ഷിജു ചാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ സ്വന്തം ശരണ്യ ഷിജു. എൻ്റെ കൂട്ടുകാരെ, ഞാനിന്ന് മുഹമ്മയ്ക്ക് പോവാം. ചില മീനും പച്ചക്കറിയും മേടിക്കാൻ പോവാം. ചില പച്ചക്കറികളോട്ട് കൂടുതൽ പച്ചക്കറി ശരണ്യനെ കൊണ്ടുപോയി മേടിക്കണം. ശരണ്യക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് കൂടെ പോവാം മീൻ മേടിക്കാനെല്ലാം. എൻ്റെ മീൻ കിട്ടുമെന്ന് അറിയാൻ മേല, ചെന്ന് നോക്കണം. അപ്പം ഞാൻ പോകുന്ന വീഡിയോ കാണിച്ചു തരാം കൂട്ടുകാരെ. അപ്പൊ നമുക്ക് മീൻ മേടിക്കാൻ പോയി മേടിക്കാൻ പോവാം. മീനെണീറ്റ് ഓടാൻ പോണു. അതെന്നാ കായലിലാണോ? അതാണ് ജീവനുള്ളതല്ലേ? ശരണ്യ, എന്നാ മീൻ വേണം? ഇഷ്ടം പോലെ മീനുണ്ട്. അപ്പതെ ശരണ്യ എന്തോ പറയുന്നുണ്ട്. വേണ്ട, 1/2 കിലോ മതി. കൂട്ടുകാരെ, അങ്ങനെ ശരണ്യത മീനൊക്കെ മേടിച്ചത് വണ്ടിയൊക്കെ ഏറിയത്. അങ്ങനെ ശരണ്യതേ പച്ചക്കറി മേടിക്കാനായിട്ട് നമ്മുടെ മുഖമേലെ പച്ചക്കറി കടയിൽ വന്നിട്ടുണ്ട്. അത് നമ്മുടെ പച്ചക്കറി കട. ശരണ്യ, ഇഷ്ടമുള്ള നോക്കി മേടിയത്. എന്നാ വേണം? പച്ചക്കറി വീട്ടിലുണ്ടല്ലോ. എന്നാ പയർ മേടി. ശരണ്യ പയർ പറഞ്ഞു, പയർ മേടിച്ച്. അപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോ എന്ത് വേണമെന്നായിപ്പോയല്ലേ? എല്ലാം കൂടി കണ്ടപ്പോ ഏത് മേടിക്കണമെന്നായിപ്പോ. അങ്ങനെ ശരണ്യ പയർ മാത്രമേ മേടിച്ചുള്ളൂ, ബാക്കി വീട്ടിലുണ്ടെന്നാ പറയുന്ന അല്ലേ? അതെ, വേപ്പലയും കൂടി കൊടുത്തു. നമ്മുടെ ശരണ്യ പച്ചക്കറി മേടിച്ചു, മീനിന് 2 മേടിച്ചുള്ളൂ കൂട്ടുകാര്. കാരണം അതിന്റെ പേരെന്താണെന്നൊന്നും ഞങ്ങളോട് ചോദിക്കല്ലേ, അറിയില്ല. കൂട്ടുകാര് തന്നെ പറയുക. എന്തോ അത്തരം 2 മീന് കിട്ടിയിട്ടുണ്ട്. ഭയങ്കര വിലയാണ് ആ മീനിനല്ലേ? കണ്ട ശരണ്യ, ഇനി ആ ഉടുപ്പിലൊക്കെ മീൻ മണാകും. വീട്ടിൽ ചെന്ന് അകത്താട്ട് കയറിയിട്ട് ഉടുപ്പൊക്കെ മാറിയിട്ട് കാണിക്കും. ശരണ്യ, എന്തോ ഈ മീനിന്റെ പേര് കണ്ടുപിടിച്ച മഞ്ഞവറ്റ. പക്ഷെ ഇത് മഞ്ഞവറ്റക്കൊക്കെ വില കുറവാണ് ശരണ്യ. ഇത് 400 രൂപ വിലയാണ് ഇതിന്. കൂട്ടുകാരെ, ഇത് എന്നാ മീനാണെന്നൊന്ന് പറയണം. അതിന്റെ പേര് എന്തോ മാത്രമേ ഞങ്ങൾക്ക് അറിയാം. കാരണം മത്തി അതല്ല, അത് വെറുതെ കൂടെ ഇട്ടതാണ്. പക്ഷെ ഇത് മഞ്ഞവറ്റ എന്നാണ് ഇപ്പൊ ഞങ്ങള് പറയണത്. പക്ഷെ മഞ്ഞവറ്റ എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു. ഞാൻ കേട്ടത് വറ്റേന. പിന്നെ ഇത് കറുത്ത വറ്റ. അതെ, അത് വേറെ ടൈപ്പ്. രണ്ടും 2 ടൈപ്പാ കൂട്ടുകാരെ. ഇത് കണ്ടോ, ഇതിന്റെ പുറത്ത് മഞ്ഞ, ഇത് കണ്ടോ? അതെ അതെ. പക്ഷെ ഇത് വെട്ടിയെടുക്കാൻ എന്റെ കൂട്ടുകാരെ എന്നെ മേത്ത് തെറിച്ച് മരങ്ങൾ പൈല. അവന്റെ കൂട്ടുകാരെ വെട്ടിയെടുക്ക ശരണ്യ. ഞാൻ അപ്പത്തേക്ക് വെട്ടൊന്ന് എടുക്കട്ടെ, എങ്ങനെയൊക്കെയാവും അറിയാം. കൂട്ടുകാരെ, പതിവ് പോലെ ശരണ്യ മീൻ വെട്ടണിടത്തിരുന്ന് മീൻ വെട്ട് തുടങ്ങിയിട്ടുണ്ട്. ശരണ്യ, എന്തോ ഈ മീൻ വെട്ടാൻ അറിയാവോ? അതാ അമ്മയോട് ചോദിക്കണം. അറിയാം. മീൻ വെട്ടാനെല്ലാം എനിക്കറിയാം. അമ്മ വന്ന് ഇത് പൊളിക്കണം. ഇത് പൊളിക്കണം മീൻ. ഇത് പൊളിച്ചെടുക്കണം. പൊളിച്ചെടുക്കണം. ശരണ്യ, ഇത് പൊളിക്കണതാണെന്ന്. അപ്പൊ എങ്ങനെ പൊളിക്കും? ഏതായാലും കാണാൻ ഭംഗിയുണ്ട്. കാണാൻ ഭംഗിയുണ്ട്. വില കേട്ടാലേ ഞെട്ടുള്ളൂ.
400. അതെ 400. 400 രൂപ. ഭയങ്കര വിലയാണല്ലോ ആ അതാ. പിന്നെ ഇത് 2 വശം വെട്ടിയിട്ട് വേണം. തോളി എടുക്കാൻ. ആ അപ്പം 2 വശവും വെട്ട് ശരണ്യ. അപ്പം ശരണ്യ അത് പൊളിക്കാൻ പോയി. കൈ സൂക്ഷിക്കണം കേട്ടാ, ഞാനിപ്പോ കൈ സൂക്ഷിക്കണം. എന്നാണമ്മ? ശരണ്യ എന്തോ ഞാൻ എന്ത് ചെയ്യണേ? അമ്മ പയറ് തന്നെ. അമ്മ പയറരിയ എന്തായി വെട്ടിയാ? തൊളി ഇച്ചിരി കട്ടിയുള്ള തൊളി ആയതുകൊണ്ട് പെയ്യ ഇങ്ങനെ ഇങ്ങനെ ഊരി ഇങ്ങനെയാണല്ലേ പൊളിക്കണം. ഇങ്ങനെ ഊരിയത് കണ്ടോ? ഇത് കണ്ടാ ശരണ്യ ചെയ്യുന്നത്? ശരണ്യ എങ്ങനെ വിളിക്കണത്? പൊളിച്ചാ എന്ത്? എനിക്കറിയാൻ പോലെ ഇങ്ങനെ കത്രിയൊക്കെ ആയിട്ട് പൊളിക്കണം. പക്ഷെ ശരണ്യ ഇങ്ങനെ കണ്ട അത്രയും തൊലി പോന്നല്ലേ. ഇപ്പോഴും ആഹാ അടിപൊളി അടിപൊളി. ഒന്നും കൂടി ഇങ്ങനെ കയറ്റി വെക്കാം. ആ ഇത് പെട്ടെന്ന് പൊളിക്കാവോ ശരണ്യ? ഇത് പെട്ടെന്ന് പൊളിക്കാം. പക്ഷെ നമ്മുടെ കൈയെല്ലാം അവിടെ ഇവിടെ ഇച്ചിരി കീറി വന്നേ ഉള്ളൂ. ആണല്ലേ? അയ്യോ സൂക്ഷിക്കണം കേട്ടോ. കൈ സൂക്ഷിക്കണം. നമ്മൾ സൂക്ഷിച്ച ഞാൻ പൊളിക്കണം. വേണ്ട തന്നെ പൊളിക്കാം. അപ്പൊ അയറിഞ്ഞു അപ്പൊ പെട്ടെന്ന് വെക്കുകയും ചെയ്യാം. അമ്മ പയറരിയ. ആ പയറരി. ആ എന്നിട്ട് പയറരി ഷർട്ട് മുക്കിയിട്ട് വന്നിട്ട് അരിഞ്ഞാലോ? എന്നാലും മതി. അത് മതിയോ ശരണ്യ? എന്നാലും മതി. ശരണ്യ ഇത് പൊളിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒന്ന് അരിഞ്ഞു തരാം. ആ അപ്പൊ സന്യ ഇതൊന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഇതൊക്കെ എടുക്കട്ടെ. നമ്മള് മീൻ വെട്ടണം ഒത്തിരി കാണിച്ചിട്ടുള്ളതാണല്ലേ. ഇന്ന് സുന്ദരിയാണല്ലോ ശരണ്യ. ഓ അങ്ങനെ പറയല്ലേ. അതെന്താ ഇന്ന് നല്ല ഉടുപ്പൊക്കെ ഇട്ട് സുന്ദരിയാണ്. നമ്മുടെ അമ്മ മേടിച്ചു തന്ന വേറൊരു ടൈപ്പ് ഉടുപ്പ്. ആ നമ്മുടെ അമ്മ മേടിച്ചു തന്ന അടിപൊളി ഉടുപ്പാണ്. അപ്പൊ സന്യ എന്തോ അപ്പൊ ഇന്ന് നമ്മുടെ 2025 ലാസ്റ്റ് ദിവസമാണ്. 25 31 മീൻ വെട്ട രാവിലെ. ആ അപ്പൊ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങളുടെ ന്യൂ ഇയർ ആശംസകൾ മീൻ വെട്ടിക്കൊണ്ടാണെങ്കിൽ നേരുന്നു. ഞങ്ങൾ പറയുന്നു. അപ്പൊ അങ്ങനെ വേഗം വെട്ടിയെടുത്തിട്ട് നമുക്ക് കൂട്ടുകാരെ കാണിക്കാം അല്ലേ? ജനുവരി 1 തുടങ്ങിയാ മതി എന്നുള്ള ഇതാ. ആ ജനുവരി 10 ആയെന്നാല ഒന്നേ കൂടെ നല്ലതായിരിക്കും. ജനുവരി 10 എന്താണെന്ന് കൂട്ടുകാരോട് പറഞ്ഞു കൊടു. ജനുവരി 10 വെഡിങ് ആണ്. ജനുവരി കുറെ പരിപാടിയുണ്ട്. കാരണം എന്റെ അച്ഛന്റെ പിറന്നാള് ജനുവരിയില്, എന്റെ അനിയത്തിയുടെ വെഡിങ് ആണ് ഇവിടെ അച്ഛന്റെ പിറന്നാള്, 2 അച്ഛന്മാരുടെ. ആ പിന്നെ നമ്മുടെ ജനുവരി 10 ഏറ്റവും മെയിൻ ഉള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം ആകാൻ പോകും. അപ്പൊ അതാണ് ജനുവരി 10 ബുധനാഴ്ച. അതെ ആ ഓർമ്മ ഇപ്പൊ ഞങ്ങള് 2018 ജനുവരി 10 ബുധനാഴ്ച വിവാഹിതരായതാണ്. അപ്പോൾ ഈ 10 വരുമ്പോൾ 8 വർഷം ഞാൻ കൂടെ കൂട്ടിയിട്ട് 8 വർഷമായി അല്ലേ ശന്യ? എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട്. സഹിക്കാൻ തുടങ്ങിയെന്നാ? അയ്യോ അങ്ങനെ പറയരുത് എൻ്റെ പൊന്നെ. ശരണ്യ എന്നെ സഹിക്കാൻ തുടങ്ങിയെന്ന് പറയേണ്ട കാര്യമുണ്ടാ? ശരണ്യ എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് എന്തേ ശരിയല്ലേ? നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ജനുവരി 31 വെഡിങ് ആനിവേഴ്സറി എല്ലാം ജനുവരിയിലാണല്ലേ? ജനുവരി. ഓ വർത്താനം പറഞ്ഞ് മീൻ വെട്ടുമ്പോൾ കയ്യേറ്റ് കൊള്ളു. അപ്പം നമുക്ക് മീൻ വെട്ടിയിട്ട് കാണിക്കാം അല്ലേ? ആ ഒരു വശം ചുമല കളറൊക്കെയാണല്ലേ തൊലി പൊളിച്ച പാടുള്ള മീനും കൂടി ഇത് ആണല്ലേ? അപ്പം കണ്ട കൂട്ടുകാരെ, ഇനി ഇത് കൂടി വെട്ടാൻ കിടക്കണം. ശരണ്യ വെട്ടി തീർത്തിട്ട് കാണിച്ചു തരാം. ശരണ്യ എന്തോ എവിടം വരെ? നമ്മളെ കൂട്ടുകാരനെ നമ്മുടെ മീനെല്ലാം വെട്ടി നല്ല വിനയത്തിനാക്കിയല്ലേ? ആക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്കിത് മുറിക്കണം. ആ ഇനി ഇത് കട്ട് ചെയ്യുന്നല്ലേ? അപ്പൊ ഇപ്പൊ കാണുമ്പോ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് അതിന്റെ തൊലിയൊക്കെ പോയിട്ടുണ്ട്. തൊലിയല്ല, ഇതിന്റെ ഇങ്ങനെ ഉള്ള സംഭവം. അപ്പൊ ഇനി ഇത് കട്ട് ചെയ്യണം അല്ലേ? അപ്പൊ ഇനി കട്ട് ചെയ്തിട്ടൊക്കെ കാണിക്കാം. ശരണ്യ എന്തോ എവിടം വരെ നമ്മുടെ പാചകം? വെട്ടി ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. എന്തേ കാണിച്ചേ? ആ അപ്പൊ മീനൊക്കെ പീസാക്കി, പിന്നെ മത്തിയും വെട്ടി വെച്ചിട്ടുണ്ട്. 5-6 മത്തിയല്ലേ ഉള്ളത്. എന്നാ ചെയ്യാൻ പോകും? അത് ഞാനൊരു കൂട്ടം ചെയ്യാൻ പോകും. 5-6 മത്തി കൊണ്ടാ ശരണ്യക്ക് വറുക്കാൻ തന്നതല്ലേ? ഞാൻ വറുക്കുന്നില്ല, ഞാൻ വേറൊരു കൂട്ടം ചെയ്യാൻ പോവാം. അതുകൊണ്ടാ? ഓ
അമ്മ എന്നെ അടിക്കണം അമ്മ. അതെ വേപ്പില ഈ മൊന്തക്കകത്ത് ഇട്ട് വെച്ചാലേ ആ. വാടാതിരിക്കും. അപ്പൊ അതിന് അപ്പൊ ഇതിൽ കിടക്കണ ചീത്ത കളഞ്ഞു വെച്ച് നല്ലതിടാൻ ശരണ്യ ഉലുവ. ഉലുവ. ആ ഉലുവായൊക്കെ ഇട്ടാണോ മീൻ കറി വെക്കണം? ആ അങ്ങനെയാണോ? അങ്ങനെ വെക്കണം. അതെന്നാ? ഇത് നമ്മളെ ചുമന്നുള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തത്. ഓ പ്രത്യേകിച്ച് ഓടിക്കളഞ്ഞു. നല്ല കാര്യം, മാറി നിൽക്കണമെന്ന്. കൂട്ടുകാർ ചോദിക്കും ഇച്ചിരി ഹൈറ്റ് ആക്കാൻ മേലെ ശരണ്യക്ക് ഇവിടെ എന്തെങ്കിലും ഇട്ട് കൊടുത്തെന്നാ ചെയ്യാൻ മേലെ എന്നൊക്കെ ചോദിച്ചു. കറക്റ്റ് പൊക്കം തന്നെയാ. ചില അതിൻ്റെ അല്ല, ഇച്ചിരി കൂടി ഹൈറ്റ് വേണം. പക്ഷെ ശരണ്യ നമ്മൾ ഈ സ്റ്റൂളില്ലേ അതാകുമ്പോ നമ്മൾ പെട്ടെന്ന് ചാടി ഇറങ്ങുമ്പോ ഓർക്കത്തില്ല. അപ്പൊ തലയും കുത്തി വീണാന്നിരിക്കും. അതുകൊണ്ടാണ് തലകത്ത് വീണതിരിക്കും. എന്തിനാണ് കളയണല്ലേ? എന്റെ ദൈവമേ, ഈ പല്ല ഞാനേ ഞങ്ങള് പൈപ്പാട്ട് ആശുപത്രി എടുക്കാൻ ചെന്ന് പല്ല് എടുക്കാൻ ചെന്നപ്പോ അവരോട് അയ്യോ ഈ കൊച്ചിനെ എടുപ്പിക്കേ, കാണാൻ നല്ല ഐശ്വര്യമുള്ള പല്ല, അത് നിങ്ങൾ എടുത്ത് കളയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞു. ഈശ്വര, നല്ല ഐശ്വര്യം പല്ല പോകിയെന്ന് തോന്നുന്നു. ആ കുഴപ്പമില്ല. ഡോക്ടർ എവിടം കൊണ്ടാണ് കണ്ടെന്ന് ദൈവത്തിനറിയാം. എന്നോടൊന്നും കണ്ടില്ല. പല്ല് നല്ല പല്ലാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് ചുമ വരും ചിരിച്ച. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്റെ ശരണ്യ സുന്ദരിയാണ്, ഞാൻ അങ്ങനെ പറയുക. പിന്നെ എന്തെങ്കിലുമൊക്കെ വായിന്ന് കേൾക്കാൻ വേണ്ടിയാവും. വേപ്പിലെടുത്താ ആ എടുത്തു. നീ അങ്ങനെ പറഞ്ഞാ പോരെ. അതെ, ഇത് ആയല്ല. മീൻകറിക്ക് വേപ്പിലെടുത്താ. ആ മഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും അറിയാലോ എന്തൊക്കെയാ ചേർക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം, ഇന്ന പൊടിയാണെന്നൊക്കെ അറിയാം. എന്ന് വെച്ചാ നല്ല പരിചയമാണ്. അതെ, പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് മാത്രമേ അറിയത്തില്ല. അറിയാതെ ഉള്ളു. അപ്പൊ ശരണ്യ മുളക് പൊടി ഇടുകയാണ്. ഞാൻ കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ഞാൻ കുറച്ച് കായം ചേർത്തായിരുന്നു. ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ലേ. കായൊക്കെ ചേർത്തല്ലേ? ഞാൻ ആദ്യമായിട്ട് കാണിയാണ് കായൊക്കെ ഇട്ട് മീൻ കറി വെക്കണം. അത് വലിയ ചൂരക്കറിയുടെ വെക്കത്തില്ലേ, അതുപോലെ തന്നെ. അങ്ങനെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ മീൻ കറിയുടെ അരപ്പ് കൂട്ടി കൊണ്ടിരിക്കുന്നു ശരണ്യ. പുളിവെള്ളം നേരത്തെ ഞാൻ പുളി വെള്ളത്തിൽ ഇട്ട് അതങ്ങോട്ട് ഇട്ട്. തീ കത്തുന്നുണ്ടോ നന്നായിട്ട്? വേണ്ട വേണ്ട. ഇനി എന്താ പരിപാടി? പതിവ് പോലെ ഉപ്പിടുക. പിന്നെ ശരണ്യ, ഈ മീൻ പെറുക്കി ഇടാറായില്ലേ? നമ്മുടെ മീൻ കിടന്ന് ബഹളം വെക്കണം എത്രയും വേഗം ചട്ടി വരാൻ വേണ്ടി. ആണോ? അപ്പൊ ഇതൊന്ന് ചൂടാകട്ടെ അല്ലേ? ശരി ശരി. ആരാ വിളിച്ച? എന്തിനാ അന്നാ വിളിച്ച? ഞാൻ അച്ഛൻ അരിയെന്നുള്ള ഇതില് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ തിളച്ച് വന്നല്ലേ? ശരണ്യ, ഇതിന്റെ അകത്തായിട്ട് വെച്ചായിരുന്നു. അതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. മീൻ പെറുക്കിയിട്ടാ? മീനും പെറുക്കിയിട്ടോ? ഇതിന്റെ അകത്തുണ്ടോ മീൻ? ആഹാ, ഞാൻ അറിഞ്ഞില്ല ചട്ടി മാറ്റിയ കാര്യം. ഇതിലാട്ടാക്കി അല്ല, ആ മറ്റേ ചീനച്ചട്ടിയിൽ. ചീനച്ചട്ടിയിലത് ഈ കറിച്ചട്ടിയിലാക്കി. ഇനി ഇത് തിളച്ചു വന്നല്ലേ?
ഇത് കഴിഞ്ഞല്ല പരിപാടി. ഇത് ഞാൻ മത്തി ഒന്ന് തേക്കട്ടെ. മത്തി തേക്കാൻ പോയാണ്. മത്തി തേക്കാൻ പോവാ. അതെന്തിനാ? നല്ല കാര്യം, ഞാൻ തേച്ച് അതാ ടോബിക്ക് കൊടുത്തേര്. ടോബിക്ക് മത്തി വേറെ ഇരിപ്പുണ്ട്. ആ ആ ശരണ്യേ, എന്തോ ദേ നമ്മുടെ അച്ഛൻ വന്നല്ലോ. അച്ഛൻ അച്ഛൻ വന്നു പയറരിയാൻ പോണല്ലേ. പയററിയാൻ പോകുന്നു. പിന്നെ ഈ ചട്ടി എന്താണ് അവിടെ നിന്ന് മാറ്റുമെന്നൊക്കെ പറഞ്ഞു. അവിടെ എടുത്ത് വെക്കാം, അടുപ്പേ വെക്കാം, വിറകടുപ്പ്. വിറകടപ്പ വെച്ചാണോ ഇനി ബാക്കി ആ വേവിക്കണം? വേവിക്കണേ. ആ അതാണല്ലേ അമ്മ ദേ ഇതൊക്കെ വെക്കട്ടെ. ആ വെച്ചോ. അച്ഛൻ്റെ പിച്ചാത്തി ചട്ടി തേക്കും, മീൻ വെട്ടാൻ പോകുന്നു. അച്ഛൻ പയറും തോരത്തിനാണ്. തോരത്ത് അതോ ഒന്നിച്ച് പിടിച്ച് മറ്റേ അതുമായിട്ട് ഒരച്ചാ പോലെ വരത്തില്ല. വരത്തില്ലേ? പയറ് വലിയ ആണല്ലേ? ഞാൻ നോക്കിയത് ആഹാ എല്ലാം പരീക്ഷിച്ച് ചെയ്തേ. ആണല്ലേ? വിജയിക്കത്തില്ല, ചുറ്റിപ്പോത്തേ. നമ്മുടെ അച്ഛൻ വന്ന് മാറിക്കൊടു. ഇതിലും സിറ്റാ. അടുക്കി വെക്കാം. എന്നെ കൊണ്ട് മാത്രം ജയിക്കണം പള്ളിക്ക്. അതിനകത്ത് മുമ്പ് ഇച്ചിരി വെട്ടിക്കളയാ. എനിക്ക് അറിയാം ഉത്തരവും. പിന്നെ എനിക്ക് വേറെ അല്ല അല്ലെങ്കിൽ അയ്യോ അച്ഛനെ കൊണ്ട് പയറരിച്ചോണ്ടിരിക്കുകയാണ്. അമ്മ ഏൽപ്പിച്ചു, അമ്മ നൈസായിട്ട് അച്ഛനെ ഏൽപ്പിച്ചു. അച്ഛൻ എവിടെയോ പോകാനായിട്ട് റെഡിയാകിയായിരുന്നു. അന്നാരാണ് അച്ഛനോട് പറഞ്ഞത്. എന്നാത്തിനാണ് തോരൻ അതാ മെഴുക്ക് പറ്റിയ തോരൻ. അങ്ങനെ അച്ഛൻ അരിഞ്ഞോണ്ടിരിക്കുകയാണ് കൂട്ടുകാരി. ചെറുതാക്കി ഇടിച്ച. ചെറുതല്ലേ പോരെ ഇത് ഇങ്ങനെ പോരെ ശരണ്യ ഇതിൽ കൂടെ ചെറുതല്ലേ അത്? ചെറുതല്ലേ ഇത്? ഇനി ഇതിൽ കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ചെറുതാണോ കണ്ടിട്ട് വലുതാണോ? അതിച്ചിരി വലുതാണ് അച്ഛാ. ആദ്യം അറിഞ്ഞ ഇച്ചിരി വലുതാണ്. ആ അപ്പൊ ഇച്ചിരി ചെറുതാണ്. ഈ മറ്റേ ഇങ്ങനെ അരിയണം. അപ്പൊ ഒരു പണിയേ, അച്ഛൻ ഇത് മൊത്തം അരിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം കൂട്ടുകാരെ. ആ ആ ശരി ശരി. അല്ലേ ഇപ്പൊ രണ്ടുപേരും അരിയാൻ തുടങ്ങിയ? നേരത്തെ അറിഞ്ഞാ പോരാ. എന്നെ വിളിക്കണമെന്നുണ്ടായിരുന്ന എന്റെ പൊന്നെ, ഞാനൊരു ചുമ്മാ നിന്നപ്പോ ഒന്ന് ചെയ്തേക്കാം. പിന്നെ ഇത് കണ്ട അല്ല ശരണ്യ മത്തി കൊണ്ട് എന്തോ ചെയ്യാൻ പോണെന്നും പറഞ്ഞാണല്ലോ പോയത്. അത് ചെയ്യും. ആണോ? അച്ഛനാണ് പയർ അരിഞ്ഞ കാണിച്ചു കൊടുത്തേ. പിന്നെ എന്നെ പഠിപ്പിക്കാൻ പോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവത്തിൽ ഏതാ നല്ല പയറെന്ന്? നല്ല പയറുണ്ട് പയറ് രണ്ടും ഒന്ന് തന്നെ. പയറല്ല, അരിഞ്ഞത്. അരിഞ്ഞത്. ആ ഒന്ന് കമന്റ് ചെയ്യണേ. ഇത് ശരണ്യടേത്, അത് അച്ഛൻ്റെ. അച്ഛൻ അരിഞ്ഞ ഇച്ചിരി ആദ്യം അരിഞ്ഞ വലുത്, പിന്നെ ചെറുത്. അപ്പൊ കൂട്ടുകാരെ ഒന്ന് കമന്റ് ചെയ്തേ. അത് ചെറു ശരണ്യ എന്തോ മത്തി പിന്നെ വെട്ടിയാണ്. മത്തി വെട്ടിയതല്ല, തേച്ചതാ. ഇവിടെ ആ എന്നാലും ഇവിടെ വെച്ചത് തേക്കാതെ ഇരുന്നല്ലേ. വെട്ടാതെയായിരുന്നു. ആ ഇപ്പൊ ദേ കണ്ട കൂട്ടുകാരെ, ദേ നല്ല അടിപൊളിയാക്കി മത്തിയൊക്കെ വെച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ അപ്പൊ ഇനി അതുകൂടി ചെയ്തിട്ട് കാണിക്കാം. നമ്മുടെ അച്ഛൻ്റെ അരിഞ്ഞു തീർന്നില്ലല്ലോ. അരിഞ്ഞത് മതി. ഏ ആ അതെല്ലാം ചെറുതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. അമ്മ എന്നാ അടിക്കണമ്മ? അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നു. തേങ്ങ ചേർത്താൻ പോയത്. ആണോ? അപ്പൊ ഇത് അറിയണ കണ്ടിട്ട് അങ്ങനെ നിന്നുപോയി. ആഹാ സൗന്ദര്യം കണ്ടു. സൗന്ദര്യ അല്ല നല്ല ഭംഗിയുണ്ട് ചെറുതായിട്ട്. പയറിന്റെ സൗന്ദര്യം. ഞാനവിടുത്തെ അച്ഛൻ്റെ ഇറന്നു. ശരണ്യ പറഞ്ഞത് ആ ഒരു സൗന്ദര്യം നോക്കി നിന്നെന്ന് പറഞ്ഞു. പയറിന്റെ ശരണ്യ ഇങ്ങോട്ട് നോക്ക്. ശരണ്യ അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്. ചെറുതായിട്ട്. ചെറുതായിട്ട്. എന്നെ ചെറുതായിട്ട് ഒന്നുമില്ല. ഇത് ഉണ്ടായിരുന്നു വെച്ചിരിക്കണ ഇതും കൂടെ നോക്കിക്കാം. ഏതാണമ്മേ നല്ലത്? അച്ഛൻ അറിയണ നല്ലത്. ഇത് ഭർത്താവിനെ പൊക്കിയില്ലെങ്കിൽ അച്ഛനത് ഒരു സങ്കടമായി തീരും. വേണ്ട 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 എനിക്ക് ആ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. കണ്ട കേട്ടോ എനിക്ക് ഈ അരിഞ്ഞതായിട്ട് ഇവിടെ അറിയാം. ഇത് കണ്ടല്ലോ ആ ശരണ്യ അവിടെ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ എടുത്തില്ല. ഞാൻ ആ ഞാനോട് കൂട്ടി. ഇതിനെ കൂട്ടുന്നത് ഉടനെ കൂട്ടി വെച്ച് കൂട്ടി വെച്ച് അപ്പൊ അരിഞ്ഞു തീർന്നു. അതെ അങ്ങനെ അച്ഛൻ നല്ല അടിപൊളിയായിട്ടൊക്കെ പയറൊക്കെ അരിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ മീനും വെട്ടി നല്ല ആ മീനും വെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെ രണ്ട് സൈസ് മീനാണോ മേടിച്ചത്? എന്തിട്ട് രണ്ട് സൈസ് മേടിച്ചത്? ഇതന്നെ. അത് ശരണ്യക്ക് ഫ്രീ കൊടുത്തതാണെന്ന്. ശരണ്യ അതെ മീനൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇരിക്കുന്നത്. എന്താണ് ഇനി ചെയ്യുന്നത്? ഇത് സവോള അരിയണം. ആണോ? സവോള അരിഞ്ഞോളൂ. എന്നെ കൊണ്ട് അരിക്കാനല്ല ഉദ്ദേശം. അച്ഛൻ അറിയാം. എനിക്ക് ആ സാധനം, ഞാൻ ആ സാധനം വെച്ച് അരി 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 അത് ഇപ്പൊ എന്നെ വിളിച്ചു തുടങ്ങും.
എന്നുവെച്ചാണ് ഈ പറയണത്. ഞാൻ തേങ്ങ ചേർന്നിട്ടെ. അമ്മ പറയുന്ന ഇവിടെ ഇവിടെ നടന്നില്ല. എന്താ ഇതെന്നെ നാക്കൊക്കെ പുറത്തിട്ടിരുന്നാണ് അരിയണത്. അരിനെ കൂടെ ഇങ്ങനെ കടിക്കാൻ വേണ്ടി വരുന്നു. അല്ല ശരണ്യ, സവോളയൊക്കെ അടിപൊളിയായിട്ട് അരിഞ്ഞിട്ടുണ്ടല്ലോ ശരണ്യ. ശരണ്യ സമ്മതിച്ചത് സമ്മതിച്ചു. ഞാനല്ല, പിന്നെ ആരായിരിക്കും? അച്ഛൻ. പിന്നെ എന്താണ് ആദ്യം ഉണ്ടായിരുന്നത്? എന്താ കൂട്ടുകാരെ കാണിക്കും ഞാൻ ഇതുപോലെ അരിഞ്ഞെന്ന് കാണും. അവിടെ എന്നിട്ട് ഇച്ചിരി ഇഞ്ചി കഷ്ണം അരി കൊണ്ട് അന്നേരം അതിന്റെ കൂടുതൽ ഞാനിവിടെ അരിഞ്ഞ് വെച്ചാണ് സാധനം തന്നെ പറയാം. ദേ അമ്മ ദേ ഏതാണ്ട് എടുത്തോണ്ട് വരുന്നുണ്ട്. ദേ പൈനാപ്പിൾ ഇത് പിടിച്ചെത്തി. അല്ല അത് പൈനാപ്പിളാന്ന് എനിക്കറിയാം. എവിടെയാന്ന് കാണിച്ചമ്മ. കൂട്ടുകാരെ കാണിച്ചു. മനസ്സിലായി. ആ നമുക്ക് ന്യൂ ഇയർ ആയിട്ട് ഇന്ന് പൈനാപ്പിൾ ജ്യൂസ് കഴിക്കാം. ജ്യൂസ് കഴിക്കാം. അല്ല പൈനാപ്പിൾ ജ്യൂസ് ഒന്നും വേണ്ട. ഇത് പൈനാപ്പിൾ ജ്യൂസ് ഒന്നും വേണ്ട. ഇത് നമുക്ക് പീസാക്കിയാ പീസാക്കാം. അത് തന്നെ. ജ്യൂസിന് ഒരെണ്ണം കൂടി ഉണ്ടായിരുന്ന ഇത് കൈ കൊണ്ടുവന്ന ആളിനെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അതെന്നെ അടിക്ക്. അടുത്ത പണി എനിക്ക് തന്നിരിക്കുന്നു. ആ മാറിക്കോ. അപ്പൊ ശരണ്യ മാറിക്കൊടു. അച്ഛൻ പൈനാപ്പിൾ ചെത്തട്ടെ. അടുത്തൊരു പണി പാവ അച്ഛന് രാവിലെ തൊട്ട് ഓരോന്ന് അരിയൽ. സവോള അരിഞ്ഞ കാര്യം എനിക്കറിയാമല്ലോ. രാവിലെ തന്നെ റൂട്ട് പോകാൻ പോയി. അതറിയാം എനിക്കിത് പണി പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് സെയിൽ പോയെന്ന ഉച്ച വരെ നമുക്ക് പണി കിട്ടും. ഇത് ചെത്താൻ തുടങ്ങി. അതെ അതെ എത്തി കൊടുക്കട്ടെ. നമുക്ക് ഇനി മുതൽ ഉച്ച കഴിഞ്ഞ് റൂട്ട് പോണത് രാവിലെ റൂട്ട് പോണ രീതി ആക്കണോ വെച്ചാ. അല്ലെങ്കിൽ അടുക്കളയിൽ പണി കിട്ടും നമുക്ക്. അടുക്കള പണി ഒരു കാര്യം. ശരണ്യൊക്കെ എങ്ങനെ കിട്ടും? ശരണ്യയുടെ മുടിയൊക്കെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ? അതെന്നാണ് ആ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഇങ്ങനെ വളഞ്ഞൊക്കെ ഇരിക്കുന്നു. അച്ഛന് ഫോൺ വന്നു. ശരണ്യ ഇത് അരിഞ്ഞോണ്ടിരിക്കുക. അടിപൊളി. അങ്ങനെ നമ്മുടെ കറി അടപ്പയിലിരുന്ന് പറ്റിക്കൊണ്ടിരിക്കുക. അതെ 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 അതെ. അങ്ങനെ അതെ അച്ഛനും മകളും കൂടി പൈനാപ്പിളൊക്കെ അരിഞ്ഞ് ശരണ്യ അതൊരു പാത്രത്തിലായിട്ട് മാറ്റിക്കൊണ്ടിരിക്കണം. അതിന്റെ വേസ്റ്റൊക്കെ ഇത് ചെറിയ പീസാക്കിയാൽ മതി അച്ഛൻ. ഒത്തിരി വലിയ പീസാകുമ്പോൾ പാടാം. അപ്പൊ ഇങ്ങനെ പാത്രത്തിൽ വെച്ച് ഓരോ പീസ് പെറുക്കി തിന്നാം. ശരണ്യ ഈ പൈനാപ്പിൾ കൊണ്ട് നമുക്ക് മോര് കാച്ചണ്ടേ? വേണ്ടല്ലേ, പനിയാണ് എല്ലാവർക്കും. വേണ്ട. എന്നാ ഇങ്ങനെ പീസ്. കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു പീസ് വേണമെങ്കിൽ അല്ലേ, എല്ലാവർക്കും ഓരോ പീസ്. അതെ. ഇരുന്നുണ്ടൊക്കെ എന്തടിക്കാണ് തോരന്. അങ്ങനെ അപ്പൊ ഇനി തോരനൊക്കെ വെച്ചിട്ട് നമ്മൾ തോരൻ വെക്കുന്ന വീഡിയോയൊക്കെ ഒത്തിരി കാണിച്ചിട്ടുണ്ടല്ലേ ചേച്ചി? ആ നമ്മുടെ വീട്ടിൽ എപ്പോഴും പയറ് ബീൻസ് ഇത് മാത്രമേ ഉള്ളു. എന്നാ ഇട്ടോ. അപ്പൊ ശരണ്യ തോരനൊക്കെ വെച്ചിട്ട് കാണിക്കാം അല്ലേ? കാണിച്ചെന്ന് തോന്നുന്നു. അറിയില്ല. എന്നാ ഏതായാലും ശരണ്യ പയറ് തോരൻ വെക്കെ. ശരണ്യ ആ മീൻ കറി വെക്കാൻ തുടങ്ങിയ മത്തി. ആ ഇച്ചിരി മത്തി ഒത്തിരി സവോളയൊക്കെ ഇട്ട് മൂടിക്കളഞ്ഞ ചെയ്ത്. ഇതിന് എന്നാണ് ചെയ്യണത്? പറ്റിക്കാൻ പോവുകയാണ് മത്തീനെ. ആ അതിനാ വെള്ളം ഒഴിച്ച അതിലാട്ട്. ആ ഇതിന്റെ അകത്ത് പുളിയൊക്കെ ഇട്ടല്ലേ? പിന്നെ വെള്ളം ഒഴിച്ചല്ലേ? പൊടിക്ക് വെള്ളം ഒഴിച്ചല്ലേ? ഇനി ഇത് വേഗണം അല്ലേ? ആ ഇത് ഇളക്ക് കണ്ട. അപ്പൊ ഇനി അടപ്പൊഴിവില്ലല്ലോ. അതും അടപ്പത്താണോ വെക്കണം? ഗ്യാസേ വെയ് വേണ്ടേ? ആ ഗ്യാസേ വെക്കാം. അതെ ഗ്യാസേ വെച്ചാ മതിയേ. ഗ്യാസ് തീരുമ്പോ ഞാൻ മേടിച്ചു തന്നോളാവേ. ഇപ്പൊ റീചാർജ് ചെയ്താൽ മതിയല്ലോ മറ്റേതാണെങ്കിൽ. ശരണ്യ എന്തായി നമ്മുടെ ഇത്? മീൻ പറ്റി വന്നിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. ആ മീൻ പറ്റി. നീ അരപ്പ് അങ്ങോട്ട് വെറുതെ ചേർത്താ മതിയല്ലേ? ആ അതിലൊന്ന്
കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഒത്തിരി ഇത് ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോകുമെന്ന്. കൂട്ടുകാർ നമുക്ക് നല്ല ഉപദേശങ്ങളൊക്കെ. പക്ഷെ എനിക്ക് ഇങ്ങനെ ചട്ടി വെച്ച് പൊക്കാൻ പറ്റത്തില്ല. ഇത് അമ്മ കാണിക്കുമല്ലോ ഇങ്ങനെ മറിക്കുകയല്ലേ അല്ലേ ചട്ടി? പക്ഷെ തുള്ളികളിൽ മറിക്കാൻ മാത്രമേ ഇല്ല. ഇല്ല, ഒരു തുള്ളിയാണ്. ഇത് മറിഞ്ഞ് വീഴിയല്ല. അതെ. അപ്പൊ ഇനി ഇച്ചിരി എണ്ണ കൂടി ഒഴിക്കണം അതിലാട്ടു. എണ്ണ ഒഴിച്ചോണ്ടിരിക്കുകയാണ് ശരണ്യ. നല്ല മീൻ പറ്റിച്ചതിന്റെ സ്മെല്ലൊക്കെ വന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് കുറച്ചേ ഉള്ളു. ശരണ്യയോട് പറഞ്ഞതാണ് ഇത് ചെയ്യണ്ട എന്ന്. പക്ഷെ അപ്പൊ ശരണ്യയുടെ നിർബന്ധം. കുരുമുളക് നോക്കിട്ട് ആ ശരി ശരി. ആ നേരത്ത് കണ്ട ശരണ്യ ചെയ്ത് വെച്ച അടിപൊളി കറിയാണ് കേട്ടാ. അതേ വന്നല്ല ശരണ്യ. കുരുമുളക് കുരുമുളക് പൊടി ഇല്ല ഞാൻ. ഇന്ന് നമ്മൾ മുഹമ്മക്ക് പോയതാണ്, എന്നാലും പറയാൻ മേല. ആ അപ്പൊ ശരണ്യ അതെ മത്തി പറ്റിച്ചതും അതുപോലെ നമ്മുടെ പയറ് തോരനും പിന്നെ നമ്മുടെ മീൻകറി. അപ്പൊ അങ്ങനെ 3 സൈസ് കറി തയ്യാറാക്കിയിരിക്കുകയാണ്. അപ്പൊ എന്റെ കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഇത്രയോടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ മറക്കരുത്. അതെ, നമ്മുടെ 2025 തീരാൻ പോകുന്നു. അടുത്ത വർഷമേ കാണുള്ളൂ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ അടുത്ത വീഡിയോക്ക് വരുന്നവരെ ബൈ.